ഹലോ ഗായ്സ്, ദിലീപൻ ഓടി കയറിയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? അമ്പലത്തിലേക്ക്. അത്രയും പേര് ഒരുപാട് കഷ്ടപ്പെട്ട് മലയൊക്കെ ചവിട്ടി അവിടെ വന്നിട്ട് ദിലീപ് ആദ്യം കയറി ദൈവത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രശ്ന ഭയങ്കര പ്രോബ്ലം നടക്കുകയാണ്. പക്ഷെ എനിക്കിതിനകത്തൊന്നും പറയാനില്ല. എന്തെന്നറിയാമോ? നമ്മുടെ ഇപ്പൊ ഹൈക്കോടതി സ്പെഷ്യലായിട്ട് ഈ കേസ് എടുത്തിട്ടുണ്ട്. ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തു. ആരടാ ഇപ്പം ദിലീപിനെ അതിനകത്ത് കൊണ്ട്? പോലീസുകാർക്ക് ഇതാണോ പണി? വാട്ട് ഈസ് ദിസ്? എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഈ കാണുന്നത്? ഗോവിന്ദചാമിയും ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഗോവിന്ദചാമിയുടെ പൈസ ഉണ്ടെങ്കിൽ ഗോവിന്ദചാമിയെ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, മിക്കവാറും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? എന്താ വ്യത്യാസം? എനിക്ക് എൻ്റെ ഒരു അറിയിച്ചിട്ട് മധുര അവിടെ പോയി കഴിഞ്ഞാൽ 1000 രൂപ കൊടുത്താൽ ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി തൊടും. സ്പെഷ്യൽ ലൈനുണ്ട്. അതേപോലെ കന്യാകുമാരി സ്പെഷ്യൽ ലൈനുണ്ട് ദേവിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. പൈസ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഇതായിട്ട് നോക്കും. കാശുള്ളവനെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൺസേൺ ഉണ്ട്. ഇപ്പം ഈ കേസ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു VIP കാറ്റഗറി അല്ലെങ്കിൽ Z കാറ്റഗറി ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇയാൾ അവിടെ കയറിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹൈക്കോടതി കേസ് എടുത്തിട്ടുള്ളത്, അല്ലേ? സ്വമേധയാ കേസ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഹൈക്കോടതി കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതറിയാമോ നിങ്ങൾക്ക്? അത് പിന്നെ സുപ്രീം കോടതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രാഹ്മണൻ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണെന്നും അവരുടെ അണ്ടറിലാണ് ബാക്കിയുള്ള ഇത് വരുന്നത്, ഹിന്ദു എന്നാൽ അതാണ് എന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പം അത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, ഇനിയിപ്പം ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട. നമ്മുടെ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് മോഹൻ, ഡോക്ടർ മോഹൻ. അദ്ദേഹം പറഞ്ഞ ഒരു വോയിസാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതാകും. ഇപ്പോൾ ഒരു വളരെ ഡെലിക്കേറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യം വേണം. പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ഈ ഓളിഗാർക്കി ഡോമിനേറ്റ് ചെയ്യുന്ന ജഡ്ജസ് ഓളിഗാർക്കിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ കാണുന്നത്. കാസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. വർണ്ണ കാസ്റ്റ് അല്ല, വർണ്ണ നല്ല കാര്യമാണെന്ന് പറയുന്നു. ഈ റിലിജൻ എന്ന് വെച്ചാൽ പ്രീസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് റിലിജൻ എന്ന് പറയുന്നു. പ്രീസ് ആണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ ഹിന്ദു എന്ന് വെച്ചാൽ എന്താണ്? ബ്രാഹ്മണൻ ആധിപത്യം അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് ഹിന്ദു എന്ന് സുപ്രീം കോടതി പറയുകയാണ്. അത് നിയമമായി കഴിഞ്ഞു. അപ്പോ ഒന്നും കൂടെ, ഈ ഹിന്ദു എന്ന് വെച്ചാൽ എന്താണ്? ബ്രാഹ്മണൻ ആധിപത്യം അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് ഹിന്ദു എന്ന് സുപ്രീം കോടതി പറയുകയാണ്. അത് നിയമമായി കഴിഞ്ഞു. അപ്പോ because article the constitution പറയുന്നു, the law laid down by the Supreme Court shall be binding on all the courts of India. It is a law of the land. അപ്പൊ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ. ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ് പുള്ളി. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളി പറഞ്ഞ മോഹൻ ഗോപാൽ എന്നാണ്, ഡോക്ടർ മോഹൻ ഗോപാൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ലോ അക്കാഡമിയുടെ പിന്നെ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ജഡ്ജിമാർക്കൊക്കെ, സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിമാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന നല്ലൊരു നിയമ ഉപദേശകൻ തന്നെയാണ് പുള്ളിക്കാരൻ. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഞാൻ അതിനകത്ത് വേറെ തർക്കമൊന്നും വേണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? അതായത് ബ്രാഹ്മണന്മാര്, പിന്നെ ഇത് ഇപ്പം ഇയാളുടെ പേര്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തത് ബാക്കിയുള്ളവരൊക്കെ. ഇപ്പം അവിടെ നിന്ന് മിക്കവാറും അയ്യപ്പന്മാരൊക്കെ തന്നെ ബിലോ മറ്റേ കാസിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും? നീ ഹൈക്കോടതി കേസ് എടുത്തു എന്ന് തന്നെ വെക്കുക. അപ്പം സുപ്രീം കോടതി ഖണ്ഡിക്കില്ലേ? സുപ്രീം കോടതി പാസ്സാക്കിയ ഒരു സാധനവും അതൊരു നിയമമായ ഒരു സംഗതിയെയും എങ്ങനെ ഹൈക്കോടതി ഖണ്ഡിക്കാൻ പറ്റും? പറ്റൂല. അപ്പം ഹൈക്കോടതിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും, ഹുയിഷി അയാൾ നായരാ, കോവാലൻ നായർ എന്നാണ് അങ്ങേരെ പേര്. അങ്ങനെ നമ്മൾ ദിലീപെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നായരാണ്. അപ്പം ബ്രാഹ്മണന്റെ തൊട്ട് ആരാ? നായന്മാർ തന്നെയാണ്, അല്ലേ? വൈശ്യൻ, ശൂദ്രൻ, ക്ഷത്രിയൻ, നായർ, ശൂദ്രനാണ്. അപ്പൊ അദ്ദേഹത്തിനോട് കംപ്ലൈന്റ് ഒന്നും വരത്തില്ല. അത് മാത്രമല്ല, സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയല്ല. അതിലിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാപ്പാടം, ആളുകളെ പറ്റിക്കാനെ കൊണ്ട്. എവിടെയാണ് ഇല്ലാത്തത്? ഇത് ഈ പറയുന്ന വേർതിരിവുകൾ ഇല്ലാത്ത ഒരു സ്ഥലം കാണിച്ചു തന്നാണ്. നമ്മൾ പറയും നമ്മളെ പഞ്ചായത്ത് ഓഫീസിലെ എല്ലാവരും ഈക്വലാണെന്ന്. എന്ത് വാഴയ്ക്ക? പാവപ്പെട്ട അവിടെ പോയി മൂലയിൽ കുത്തിയിരിക്കും, ലൈനിൽ നിൽക്കും. പണക്കാരങ്ങോട്ട് ചെല്ലും, ഞാനാണല്ലോ അവനാണെന്ന് പറയും, ഓങ്ങി കയറി പോകാന്ന് പറയും. ഒപ്പ് എവിടെ ഇടണം? ഞാൻ നട്ട് സെക്രട്ടറി അപ്പോഴേ ഒപ്പിട്ട് കൊടുത്തങ്ങ് പറഞ്ഞു വിടുകയാണ്. എല്ലായിടത്തും അതൊക്കെയല്ലേ നടക്കുന്നത്. എവിടെയാണ്? പിന്നെ ഒരിടത്ത് ഒരു പ്രശ്നമില്ല, എല്ലാവരും കൈകസ്തൂരി കോംപ്രമൈസ്. എവിടെയെന്ന് അറിയാം? നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നഴ്സറി കുട്ടികൾ തോറ്റുപോകുന്നതാണ് മര്യാദയിൽ നിൽക്കുന്നതാണ്. കള്ളിച്ചാപ്പിൻ്റെ മുമ്പിൽ കള്ള് വാങ്ങിക്കാൻ നിൽക്കുന്നതാണ്. ഇവിടെയും ഈ പറയുന്ന അമ്പലങ്ങളിലെ എന്തിനാ പറയുക? സ്പിരിറ്റിനാണ് പോകുന്നത്, അല്ലേ? ദ ഹോളി സ്പിരിറ്റിന് അവിടെ ഉണ്ട്. നമ്മൾക്ക് അങ്ങനെ കണ്ടിട്ട് എന്തിനാ പറയാനുണ്ടെന്ന് പറയാം. എനിക്ക് ഇതിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരണേ തേവരേന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്, ആണോ അല്ലയോ?
അവിടെ അതിന് തന്നെ പോണത്. എൻ്റെ വിഷമങ്ങളും മാനസിക പ്രയാസങ്ങളും എൻ്റെ വീട്ടിൽ പെണ്ണുണ്ടെങ്കിൽ പെണ്ണുമ്പിള ഉണ്ടെങ്കിൽ അവളെ തലയിൽ ഇടുത്തി വീഴണമെന്ന് അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്പിരിറ്റിന് പോയി നിൽക്കുന്നതാണ് മറ്റവർ. ഇത് കള്ളിശാപ്പ്. ഇത് രണ്ടും ഒരേ സ്ഥലമാണ്. പക്ഷെ അവിടെ ഇവർ മര്യാദക്കാരാണ്. അവിടെ ഈ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. പണക്കാരനിക്ക് പറ്റി പ്രിവിലേജ് എല്ലാം ലൈനിൽ നിന്നേ പറ്റുള്ളൂ. അവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ മൊത്തം അവന്മാർ തല്ലി പൊളിക്കും. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നു, സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. അവരുടെ അടുത്തൊക്കെ നമുക്കൊരു പ്രത്യേക അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഭയങ്കര സ്നേഹമാണ്. ചിലർ ക്ലാസ്മേറ്റ്സിനെ സ്നേഹിച്ച് കിട്ടാറുമുണ്ട്. പിന്നീട് അവത്തൊന്നും മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ബന്ധം ഈ കള്ളുസാപ്പിലെ യുവന്മാർക്കുണ്ട്. എന്തെന്ന് പറയും, ആ ഗ്ലാസ്മേറ്റ്സ്. മറ്റേത് ക്ലാസ്മേറ്റ്, ഇത് ഗ്ലാസ്മേറ്റ്സ്. ഭയങ്കര ബന്ധമാണ്. അവിടെ ഈക്വാലിസമാണ്. ഞാൻ ലോകത്ത് എവിടെയും ഇത്രയും ഈക്വാലിസം ഉള്ളൊരു സ്ഥലം കണ്ടിട്ടില്ല. കള്ളിച്ചപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കിക്കാണ്. അംബാനിക്കൊരു നിയമം, നമുക്കൊരു നിയമം. ഫലത്തിൽ പറയും ജനാധിപത്യമാണ്, നീയാണ് ഞാനാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവിടെ ചെന്ന് അങ്ങനെയാണോ? അല്ല. കാശുള്ളവനിക്ക് പ്രത്യേക ഇത് പ്രിയോറിറ്റി, കാശില്ലാത്തവനിക്ക് പ്രത്യേക പ്രിയോറിറ്റി. ഇതെല്ലായിടത്തും ഉള്ളതാണ്. നമ്മളിതൊക്കെ കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെയൊക്കെ പാടാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ അങ്ങ് ജയിലിനകത്ത് പോലും പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിച്ച മോനാണ്. അത് മാത്രമല്ല, IPS ഉദ്യോഗസ്ഥ പുറത്ത് വന്ന് അവന് വേണ്ടി സർട്ടിഫിക്കറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞൊരു കഥയുമുണ്ട്. താടി വടിക്കാൻ മാത്രമല്ല, മുടി ഡൈ ചെയ്യാനുള്ള സാധനം വരെ അതിനകത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഈ നാട് അങ്ങനെയാണ്. വിനോയ് ബിഷ്ണോയ്, മറ്റേ ലോറൻസ് ബിഷ്ണോയ്, അവന് 40 ലക്ഷം രൂപയാണ് അവരുടെ കുടുംബം ജയിലിലേക്ക് കൊടുത്തു വിടുന്നത്. അവിടെയുള്ള എല്ലാവർക്കും കിമ്പളം കൊടുത്ത് അവനെ ലോലിപതനായി ജയിലിൽ വെച്ചിരിക്കാൻ വേണ്ടി 40 ലക്ഷം രൂപ പെർ മന്ത് ആ കുടുംബം കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് കേട്ടത്. എന്തായാലും ഇപ്പോൾ സുഖം ഇപ്പം ജയിലിൽ താമസിക്കാനാണ്. പുറത്ത് തന്നെ കാട്ടി നല്ലത് ജയിലിനകത്ത് കിടക്കണം. എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം ഒരു പൊതു സമൂഹത്തിലുള്ള ഒരു പേഴ്സൺ, ഒരു പൗരൻ എന്ന നിലയിൽ അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഒരു പ്രിവിലേജും അവൻ്റെ ഒരു ഉണ്ട വിഴുങ്ങലും അതിനകത്ത് ഏറ്റില്ല. അതുകൊണ്ടാണ് അവൻ ജയിലിൽ കിടന്ന് ഉണ്ടെന്നത്. അവിടെ അവൻ സാധാരണ ഒരു പൗരനായിരുന്നു. അമ്പലങ്ങളിൽ അത് പ്രതീക്ഷിക്കരുത്. മിക്ക അമ്പലങ്ങളിലും പൈസ ഉണ്ടെങ്കിൽ നേരിട്ട് ദൈവത്തിൻ്റെ മടി കയറ്റിയിരുത്തത് നമ്മളാണ്. അത്ര സ്നേഹമാണ്. പണത്തിനാണ് അവിടെ വാല്യൂ. പിന്നെ ബ്രാഹ്മണനാണെന്ന് പറയണമെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എന്തും ചെയ്തു തരും. അമ്മാതിരാണ് ബ്രാഹ്മണൻ്റെ കാലി കൊട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ ചേർത്തലയിലൊക്കെ നടന്ന ഒരു വലിയ യാഗവും ഇതൊക്കെ കണ്ടില്ലേ? അതിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു? കൊച്ചു ചെറുകൻ ബ്രാഹ്മണൻ്റെ ഇതാണ്, ബ്രാഹ്മണ കുട്ടിയാണ്. അതിങ്ങനെ നടക്കണം, അതിനെ എടുത്തു വെച്ച് തൊഴുന്ന അമ്മമാരെന്തൊക്കെയാ അതിനെ കാണിച്ചണേ. എന്തുവാ ആദ്യം വരേണ്ടത്? ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മനസ്സ് ബാക്കിയുള്ളവർ കൂടെ ഉണ്ടാവണം. അതില്ലാത്തടത്ത് ഇത്തരം വായ്ത്താളങ്ങൾ ഇതുമൊക്കെ കണ്ടിട്ട് കിടന്ന് അപ്സെറ്റ് ആവാതെ അവരവരെ ജോലി നോക്കി ഒരേ മൂല കുറ്റയിൽ പോയിരിക്കുന്നതല്ലേ നല്ലത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെതിരെ കേസെടുക്കാൻ വേണ്ടി ഇങ്ങനെ കൗശലപൂർവ്വം ഇരിക്കുന്ന ഒരു പ്രത്യേകതരം ബെഞ്ചുണ്ട്. വേറെ ഒരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് കേരളത്തിന് മാത്രം സ്വന്തം. ദേവസ്വം ബോർഡ് ബെഞ്ച്. നമ്മളെ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് തന്നെ ഒരു ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബെഞ്ച് ദേവസ്വം ബോർഡിലൊക്കെ ഉള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് അവരാണല്ലോ ഇങ്ങനെ കേസ് കൊടുക്കുന്നത്. മതവികാര വ്രണക്കുരു കൊട്ടുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കേസുകൾ എടുക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എല്ലാം ദേവസ്വം ബോർഡ് കേസുകളാണ്. അതിൻ്റെ പിന്നെ നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരു പൂജാരി പ്രസാദം കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചില്ലാന്ന്, നമ്പൂരീശൻ അത് വെക്കൂലാന്ന്, അവൻ ഇത് എന്നാൽ ഞാൻ വാങ്ങിച്ചത്തില്ലാന്ന്. ഈ മനുഷ്യൻ്റെയൊക്കെ മനസ്സിൽ നിന്ന് ജാതിയും മതമൊക്കെ മാറി എന്ന് പറയണത് എന്തരാണ് എന്തോ എനിക്കറിഞ്ഞൂടെ. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കേസ് അതൊരെണ്ണം ഉണ്ട്, അതവിടെ കൊണ്ടുപോകണം. എന്തിന് ബാലൻ അങ്ങേരില്ലേ നമ്മളെ മന്ത്രി, അങ്ങേർക്കിട്ടും ഒരു പണിയുണ്ടായിരുന്നു, അതിനും അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അത് ആകെ മൊത്തത്തിൽ ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ടൊരു ബെഞ്ച് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം നമ്മളെ ഹൈക്കോടതിയിൽ. അവിടെ ഇരിക്കട്ടെ. അവരുടെ കേസുകളെല്ലാം പ്രത്യേകമായിട്ട് അങ്ങോട്ട് വാദിക്കണമെന്ന് വെച്ചിട്ട്. നാട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങൾ കാണുമ്പോൾ ഏത് ലോകത്താണ് നമ്മൾ എന്നിതിനൊക്കെ ഒരു മാറ്റം വരുമെന്നുള്ളതാണ് കഷ്ടം തന്നെ. ഒന്നും പറയാനില്ല. അവന് കിട്ടുന്ന പ്രിവിലേജ് അവൻ ബിഗ് ബോസ് തള്ളി കയറിക്കൊണ്ട് വരുന്നു. ഒരു മൂലയിലിരിയടാ ഒരു അല്പം നീ എത്ര തിളച്ചാലും നീ എത്ര കവറപ്പ് ചെയ്താലും നീ ചെയ്ത തെണ്ടിത്തരം ഒരു കാലത്തും കേരള മണ്ണിലുള്ള ഒരു മനുഷ്യരും മറക്കത്തില്ല. അമ്മാതിരി ഒരു ചെയ്ത്ത് സിനിമാ ലോകത്തിലുള്ളവർക്ക് നല്ല ആണെന്ന നിലയിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പോലും മനുഷ്യർക്ക് അപമാനമുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വൃത്തികെട്ട ജന്തു ഇങ്ങനെ നടക്കണം. നീ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ലടാ. അവിടെ പോയി എന്തോ നീ പിന്നെ പറയാൻ ഒക്കത്തില്ല. ഇവൻ അപ്പോഴപ്പോഴാ പോയി കുരിശുപള്ളിയിൽ പോയി തൊഴുന്നാണോ, ഇപ്പോൾ ഇവിടെ വന്ന് തൊഴുന്നാണോ? നീ എവിടെ തൊഴുതിട്ടും കാര്യമില്ല. ചെയ്ത ചെയ്ത്ത് അമ്മാതിരി ചെയ്ത്താണ്. ആ പെണ്ണിൻ്റെ കാലിൽ പിടിച്ച കാര്യം നടക്കും.
അത്രയേ ഉള്ളൂ. അതും പ്രയോജനം ചെയ്യുമെന്നും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്ലാനിങ് നടത്തി അതിൻ്റെ ശിക്ഷയിൽ ഇത്രയും വർഷം അവിടെ കിടന്നിട്ട് ഈ പട്ടി ഷോ കാണിച്ചുകൊണ്ട് നടക്കാൻ നാണയില്ലേ? പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇമാതിരി കിടന്നിട്ട് എന്തരാണോ എന്തോ. എന്തായാലും കൊള്ളാം. എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. അവനവിടെ കയറട്ടെ. അങ്ങനെയൊക്കെ ഒരു ഹെൽപ്ഫുൾ ഇതായിട്ട് ആളുകൾക്കുണ്ട്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് VIP-കൾക്ക് എന്താ പരിഗണന കൊടുക്കും? VIP-കൾ പരിഗണന കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ മന്ത്രിമാർ അങ്ങനെയൊക്കെ ഉള്ളൊരു അവരെ കൊണ്ട് പൊതുസമൂഹത്തിനൊരു ഇതുണ്ടെങ്കിൽ അവരുടെ സമയം നമുക്ക് വാല്യുബിളാണ്. അപ്പം നമുക്കൊരു ഉപകാരപ്രദമായ ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. അപ്പോൾ അയാൾക്ക് നമ്മളിതൊരു പ്രിവിലേജ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇതൊക്കെ തോന്നിവാസം. ഇതിനേക്കാൾ ഇനിയിപ്പോൾ കോടതി എടുത്തിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഗോപാലകൃഷ്ണൻ നായർക്കാണ് പ്രിവിലേജ്. അതിൻ്റെ താഴോട്ടുള്ളവരൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇനി വല്ല ബ്രാഹ്മണന്മാരും പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ ശരി, ഞങ്ങളാണ് സ്പെഷ്യൽ ക്ലാസ്, ഞങ്ങൾക്ക് കിട്ടേണ്ട പ്രിവിലേജ് ഇവൻ എന്തിനു കൊടുത്തെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നതിനപ്പുറം താഴേക്കിടയിലുള്ളവരൊക്കെ കൊടുത്താൽ ഇതൊക്കെ തെറ്റിപ്പോവും. അത്രയല്ലേ? ഏത് 3G തെറ്റിപ്പോവും, 3G തെറ്റിപ്പോകും എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു.